ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഈ 4 പ്രതികളുണ്ടല്ലോ, ഈ ട്രൗസറും കുപ്പായം എന്നൊക്കെ പറയുന്നത്, ഇത്തരം ആളുകളെ ഉൾപ്പെടുത്തി ആ അന്വേഷണം നടത്താനോ നടപടിക്രമത്തിനോ ഉള്ള ഒരു ഉത്തരവല്ല, ഒരു കത്തല്ല ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി നൽകിയത്. അനർഹരെ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. 2022 ഉത്തരവ്, സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ഉത്തരവനുസരിച്ച് അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പട്ടിക തയ്യാറാക്കണമെന്നാണ് പറഞ്ഞത്. ഈ ചർച്ചയിൽ പോലും എങ്ങനെയാണ് കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്നത്, വളച്ചൊടിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും പാർട്ടിയുടെ ആരായിരുന്നു? പാർട്ടിക്കെതിരായിട്ട് ബന്ധമില്ലാത്തുള്ള കാര്യം അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് സംസാരിക്കേണ്ട പ്രശ്നമല്ല. ഈ കൊലപാതകം പാർട്ടിയുടെ ആരുമില്ലല്ലോ. പാർട്ടിയുടെ ആര് കിർമാണി എന്നൊക്കെ പറയുന്ന ആൾക്ക് പാർട്ടിയുടെ ആര്? പാർട്ടിയുടെ ആരുമല്ല. കാണിക്കാമോ സ്മൃതി? ബഹുമാനപ്പെട്ട കെട്ടിയുടെ കത്തൊന്ന് കാണിക്കാൻ പറയോ? കെട്ടിയുടെ കത്തൊന്ന് കാണിക്കാൻ പറയോ? ഇവരെ ഒഴിവാക്കിക്കൊണ്ടുണ്ടാവണം. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കെ രമ കൂടിയിരിക്കുന്ന വി.ഡി. സതീശന്റെ സബ്മിഷന് മറുപടിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് വളരെ കൃത്യമാണ്. ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി 3/6/2024 ഒരു കത്തിലൂടെ ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത് അനർഹരെ ഒഴിവാക്കാനാണ്. അല്ലെ, അർഹരും അനർഹരും ആരാണ് നിശ്ചയിച്ചിരിക്കുന്നത്? കേട്ടി, അവിടെയല്ലേ പ്രശ്നം? ഇവർ പൂർണ്ണമായും അർഹരാണെന്ന് നിശ്ചയിച്ചത് ആരാണ്? ഇവർ അർഹരാണെന്ന് നിശ്ചയിക്കുന്നത് UDF ആണോ? അതിലെന്ത് ലോജിക്കാണുള്ളത്? അതൊന്ന് വിശദീകരിക്കൂ. ഇല്ല, സ്മൃതി അങ്ങനെ പറയല്ല. ഈ കാര്യത്തിൽ TP കേസിലെ പ്രതികൾ അവർക്ക് ഏതെങ്കിലും ഇളവ് കൊടുത്ത് വിട്ടയക്കാൻ പറ്റില്ല. അത് കൃത്യമായ കോടതിയുടെ കൃത്യമായ വിലക്കുള്ള ഒരു കേസിലെ പ്രതികളാണ് അവര്. ആരോടാണ് പറയുന്നത്? വരുന്നൊന്നല്ല. ഞാനിവിടെ പറഞ്ഞു, ഉത്തരവിറക്കിയവർ ഞങ്ങളോട് എന്തിനാണ് പറയുന്നത്? ഹൈക്കോടതി ഉത്തരവുണ്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയല്ലേ ചെയ്തത്? സ്മൃതി, അല്പം ഒരു സമയം എനിക്ക് തരിക. ആ രീതിയിലുള്ള ഒരു ചർച്ചയിലെ ഡെമോക്രാറ്റിക് ആയ ഒരു മര്യാദ നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രം വിശദമായി പറയാം, ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നാ മതി. അല്ല, മനസ്സിലാക്കുമല്ല, ഞാൻ എന്റെ വാദങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്മൃതിക്ക് അത് മനസ്സിലാവും എന്നുള്ള യാതൊരു ധാരണയാണ് എനിക്കില്ല. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുന്നത്. മുൻവിധികളെ വെച്ച് സംസാരിക്കരുത്. ഈ കേസിൽ ഒരു കാരണവശാലും TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനോ ശിക്ഷ ഒഴിവാക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് ഒരാലോചനയും ഉണ്ടായിട്ടില്ല. ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയുടെ കത്ത് അങ്ങനെയുള്ള ഒന്നായിരുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കരുത് ഈ ചർച്ചയിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ എഴുതിയ ലേഖനത്തിൽ കേട്ടി പറയുകയാണ്, പാർട്ടിക്കകത്തെ തെറ്റായ പ്രവണതകളും പ്രവർത്തന ശൈലിയും തിരുത്തുക എന്നതിൻ്റെ അർത്ഥം അത്തരം പ്രവർത്തനങ്ങളുടെ അടിയിൽ പ്രവർത്തിക്കുന്ന സൈദ്ധാന്തികം രാഷ്ട്രീയമായ തെറ്റുകളെ മാറ്റിയെടുക്കുക എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ ഒരു തെറ്റുതിരുത്തൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ലേഖനത്തിൽ എഴുതിയാൽ പോരല്ലോ, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ബോധ്യപ്പെടുന്ന രീതിയിൽ വിശദീകരിക്കുക കൂടി വേണം. അസഹിഷ്ണുത കാട്ടാതെ, ദേഷ്യം കാട്ടാതെ ഒന്ന് വിശദീകരിക്കൂ കേട്ടി. അല്ല, ഞാൻ അസഹിഷ്ണുതയൊന്നും കാണിക്കുന്നതല്ല സ്മൃതി. ഞാൻ സംസാരിക്കുമ്പം എന്നെ ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിടുകയാണ്. അങ്ങനെ ഒരു വിചാരണക്ക് നിന്ന് തരേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എന്റെ നിലപാട് പറയാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്കകത്ത് അതിന്റെ ശൈലികളിലൊക്കെ വന്നിരിക്കുന്ന ദൗർബല്യങ്ങളും തെറ്റുകളും അത് തുറന്ന സമീപനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപാർട്ടി ഘടനയെ കുറിച്ച് രമക്കും സ്മൃതിക്കും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഉൾപാർട്ടി ഘടനക്കകത്ത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തിരുത്താനുമുള്ളൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ തുറന്ന മനസ്സോടുകൂടി ഇപ്പൊ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പാർട്ടി പത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ലേഖനം എഴുതിയ ദിവസം തന്നെ വരുന്ന വിവരങ്ങളായതുകൊണ്ടാണ് ഈ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കേട്ടി, താങ്കൾ ഇവിടെ ഒറ്റയ്ക്കാണ്, താങ്കളത് ഏകശബ്ദമാണെന്ന് അറിയാം. അതുകൊണ്ട് താങ്കൾക്ക് കൂടുതൽ സമയം തരികയും ചെയ്യും. ഏതായാലും TP ചന്ദ്രശേഖരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതല്ലോ. KK രമ ഇവിടെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് താങ്കൾക്ക് അറിയാമല്ലോ കേട്ടി. ശരി, നൗഷാദ് അലി, അല്ല, KK രമ എന്ന രാഷ്ട്രീയ വ്യക്തിത്വം ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? അതിന്റെ ചരിത്രമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ജനങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. അറിയുന്ന ഒരാളാണ് ഞാൻ. അത് KK രമയായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത്. KK രമ തന്നെ ഇവിടെ പറഞ്ഞ അല്ല, നിങ്ങൾക്കിടയിലുള്ള വ്യക്തിപരമായ പ്രശ്നം എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഇത് ഒരു ബൂർഷാ സാമൂഹ്യ വ്യവസ്ഥക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം കൈയാളുമ്പോൾ ഈ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലീസിനെ സ്വാധീനിക്കും, ഉദ്യോഗസ്ഥ സംവിധാനത്തെ സ്വാധീനിക്കും, അവർക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ ഇടപാടും നടത്തിക്കും. ഇന്ന് MP രാജേഷ് കേരളത്തിലെ പാർലമെന്ററി ചുമതലയുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹം വളരെ കൃത്യമായത് വിശദീകരിച്ചിട്ടുണ്ട്. ആ ദിശയിൽ ഇത്തരം തോന്നിയസം ചെയ്ത ഒരാളെയും വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവരെ ഇരയാക്കിയിട്ടൊന്നും നിങ്ങൾ ഇത്തരം ചർച്ചകൾ അവതരിപ്പിക്കണ്ട. അവരുടെ മുകളിൽ കുറ്റമിട്ട് സർക്കാർ രക്ഷപ്പെടുമെന്ന് പറയില്ല. നിങ്ങളുടെ അഭ്യൂഹങ്ങൾ, നിങ്ങളുടെ ഉപജാപക
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.